കഴിഞ്ഞ ദിവസം ഹോർമുസിലൂടെ പോയ സൈപ്രസ് പതാകയുള്ള ചരക്ക് കപ്പലിന് നേരെ ഇറാൻ ആക്രമണം നടത്തിയതാണ് പുതിയ സംഭവങ്ങളുടെ തുടക്കം. ഇറാൻ നിർദ്ദേശിച്ച പാതയിലൂടെ കപ്പലുകൾ സഞ്ചരിക്കാത്തതാണ് പ്രകോപനത്തിന് കാരണമെന്നാണ് കരുതുന്നത്. പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള അലി ഖമേനിയുടെ മരണത്തിൽ പ്രതികാരം ചെയ്യുമെന്ന് ഇപ്പോഴത്തെ പരമോന്നത നേതാവ് മുജ്തബ അലി ഖമേനി പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ആക്രമണമെന്നതും ശ്രദ്ധേയമാണ്. ഇതിനു മറുപടിയായി ഇറാനിലെ കേന്ദ്രങ്ങളിൽ മൂന്നാം വട്ട ആക്രമണം നടത്തിയെന്ന് US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ഇതോടെ ഇരു രാജ്യങ്ങളും തമ്മിൽ നിലവിൽ വന്ന 60 ദിവസത്തെ വെടിനിർത്തൽ കരാർ പൂർണ്ണമായും പൊളിഞ്ഞതായും വിദഗ്ധർ വിലയിരുത്തുന്നു. ഹോർമുസ് കടലിടുക്ക് എല്ലാവർക്കുമായി തുറന്നതായി ഇറാൻ പ്രഖ്യാപിക്കണമെന്ന് US അന്ത്യശാസനം നൽകിയ സാഹചര്യത്തിൽ നടന്ന കപ്പലാക്രമണം സംഘർഷം വീണ്ടും രൂക്ഷമാക്കുമെന്നാണ് വിലയിരുത്തൽ. ഇതോടെ ലോകത്തിന്റെ 1/5 ക്രൂഡ് ഓയിലും കടന്നുപോകുന്ന നിർണായക കപ്പൽപാത ഒരിക്കൽ കൂടി പൂർണ്ണമായും അടയുമെന്ന ആശങ്കയിലാണ് എല്ലാവരും. അതോടൊപ്പം ക്രൂഡ് ഓയിൽ വില വീണ്ടും കത്തിക്കയറും. ഓഹരി വിപണികൾ വീണ്ടും നഷ്ടത്തിലേക്ക് നീങ്ങും. സ്വർണ്ണവില അപ്രതീക്ഷിതമായി ചാഞ്ചാടാനും സാധ്യതയുണ്ട്. ഇറാൻ സംഘർഷത്തിന്റെ ഹാങ് ഓവർ വിട്ട് കമ്പനികളുടെ ഒന്നാം പാദഫലത്തിൽ കുതിക്കാൻ നിന്ന ഇന്ത്യൻ ഓഹരി വിപണിയും ആശങ്കയിലാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.